അപ്പം നമ്മൾ നോൺ യൂണിഫോം മോഷനും യൂണിഫോം മോഷനും കഴിഞ്ഞില്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോണ മെഷർ ദ റേറ്റ് ഓഫ് മോഷൻ. എന്താണ് മെഷറിങ് ദ റേറ്റ് ഓഫ് മോഷൻ? നമുക്ക് എങ്ങനെ എന്തോന്ന് റേറ്റ് ഓഫ് മോഷൻ മെഷർ ചെയ്യാമെന്ന്. റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്തോന്നാണ്? നമ്മൾ സ്പീഡ് എന്നാണ് പറയണത്. ഇവിടെ നീ ഒരിത് കണ്ടു കാണാം, രണ്ട് പടം കാണാം. ഒന്നാമത്തേതാണ് ക്രിക്കറ്റ്. ടി വിയിൽ ക്രിക്കറ്റ് നടത്തുമ്പോൾ താഴെ ബൗളിംഗ് സ്പീഡ് ഇൻ km/h നിങ്ങൾ കണ്ടിട്ടില്ലേ? താഴെ കൊടുത്തിരിക്കും, കണ്ടല്ലോ. 140 km/h, 143, ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്തോന്നാണ്, നിങ്ങൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്തോന്നാണ്, ഒന്ന് കാറൊന്ന് സ്പീഡ് ലിമിറ്റ് ഇവിടെ കണ്ട് 50 km/h അല്ലെങ്കിൽ എന്തോന്ന് 40 km/h. ഇതെല്ലാം എന്തോന്ന് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. Look the situations given in 8.2. If the bowling speed is 143 km/h, figure 8.2a, what does it mean? What do you understand from the signboard? അപ്പം നിങ്ങൾ കണ്ടല്ല ഫിഗർ 1 8.7 km/h എന്ന് പറയുന്നത് എന്തോതിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് ആ സൈൻ ബോർഡ് വെച്ച് നിങ്ങൾക്ക് എന്തോന്നാണ് മനസ്സിലാവുന്നത് 8.b? അപ്പം നമുക്കത് എന്തുകൊണ്ട് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. Different objects may take different amounts of time to cover a given distance. അപ്പോൾ നമ്മൾ മുമ്പും പഠിച്ചതാണ് എന്തോന്നാണ്, ഇപ്പോൾ ഓരോ വസ്തുക്കളും സഞ്ചരിക്കണ എല്ലാ വസ്തുക്കളും ഒരേ വേഗത്തിലാണോ പോണത്? അല്ല. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് സഞ്ചരിക്കണ ഏതാണ്? ലൈറ്റ് ആണല്ലേ, നമുക്കറിയാം. അപ്പോൾ ഇപ്പം നമ്മൾ ബോള്, തൂവല്, പിന്നെ എന്തോന്നാണ് തുണി, ഇതെല്ലാം നമ്മളെടുത്ത് എറിഞ്ഞു എന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തറയിൽ കൂടി ഒരച്ചങ്ങോട്ട് വിട്ടെന്ന് വെച്ചോ, ഏതായിരിക്കും കുറേ ദൂരം പോകണം? ബോളായിരിക്കും. എന്തോന്നാണ്, ഓരോ വസ്തുക്കളും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എപ്പോഴും എന്തോന്നായിരിക്കും? വ്യത്യാസമായിരിക്കും. സം ഓഫ് ദ മൂവ് ഫാസ്റ്റ് ആൻഡ് സം ഓഫ് ദ മൂവ് സ്ലോലി എന്നാണ്. ചിലത് നല്ല വേഗത്തിൽ പോവും, അതേസമയം ചിലതെന്തോ നീയും പതുക്കെ പോവും. ദ റേറ്റ് അറ്റ് വിച്ച് ഒബ്ജക്റ്റ് മൂവ് ക്യാൻ ബി ഡിഫറെൻറ്റ്. ഇവർ പോകുന്നതിന് വേഗത്തിന് എന്തോന്നാണ് റേറ്റ്. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, ഒരു സെക്കൻഡിൽ ഇത്ര ദൂരം സഞ്ചരിച്ചു, അതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയണത്. ആൾസോ ക്യാൻ മൂവ് അറ്റ് ആൾസോ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ക്യാൻ മൂവ് അറ്റ് സെയിം റേറ്റ്. അതേപോലെ തന്നെ ചില ഒബ്ജക്ട്സ് എന്തോന്നാണ് ഒരേ സ്പീഡിൽ പോവുകയും ചെയ്യും. വൺ ഓഫ് ദ വേസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. എന്തോന്നാണ്, നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അല്ല, ഇപ്പോൾ ഓരോ വസ്തു അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇനി മറ്റൊരു വസ്തു എടുക്കുക, അതൊന്നും ചെയ്യണം, മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ സൈസിനും ഷേപ്പിനും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കെന്തോ ഒന്ന് പറയാം, ഈ രണ്ട് വസ്തു ഒരേപോലെ ആയിരിക്കും മൂവ് ചെയ്യണ, ഒരേ വേഗത്തിലായിരിക്കും മൂവ് ചെയ്യണ? അല്ല, ഒന്ന് നല്ല വേഗത്തിലായിരിക്കും, മറ്റെന്തോന്നായിരിക്കും കുറച്ച് വേഗം കുറഞ്ഞായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ എന്തോന്നാണ് രണ്ടും ഒരേ വേഗത്തിൽ പോകാനും ചാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഡിഫറെൻ്റ് സ്പീഡിലാണ് പോകുന്നത്. അപ്പം നമുക്ക് റേറ്റ് ഓഫ് മോഷൻ കണ്ടുപിടിക്കണം. എന്തോന്നാണ്, ഓരോ ടൈമിൽ ഇത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത്, ഇതിനെ നമ്മൾ എന്തോന്ന് ചെയ്യും, ഈ ഡിസ്റ്റൻസിനെ കവർ ചെയ്യാൻ എടുത്ത ടൈം വെച്ച് നമ്മൾ എന്തോന്ന് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തോന്ന് പറയണത്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മോഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് മോഷൻ എന്നൊക്കെ പറയണത്.
One of the ways measuring the rate of motion of an object is to find out the distance traveled by the object in unit time. എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ടൈം. ഇപ്പം നമ്മൾ യൂണിറ്റ് ടൈം ആയിട്ട് എടുക്കുന്നത് 1 സെക്കൻഡാണ്. നിങ്ങൾ 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു വസ്തു 1 സെക്കൻഡിൽ എത്ര ദൂരം എന്തോന്ന് സഞ്ചരിച്ചു. One of the ways of measuring the rate of motion of an object is to find out the distance traveled by the object in unit time. ഒരു നിശ്ചിത അളവ് സമയത്തിൽ ഇത് എത്ര ദൂരം സഞ്ചരിച്ചു. നമ്മൾ ഇപ്പം നോക്കണ 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചെന്നാണ് കേട്ടാ. The SI unit of speed is meter per second. അപ്പോൾ ആ സ്പീഡിൻ്റെ SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള യൂണിറ്റിനെയാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ നിങ്ങൾക്ക് നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നണേ. എന്തോന്നാണ് SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലെങ്തിൻ്റെ ബേസിക് യൂണിറ്റ് മീറ്ററാണ്. അതേപോലെ തന്നെ എന്തോന്നാണ് ടൈമിൻ്റെ ബേസിക് യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സ്പീഡ് എന്ന് പറയുന്നത് എന്തോന്നാണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എന്ന് പറയുമ്പം ഡിസ്റ്റൻസിൻ്റെത് മീറ്റർ, യൂണിറ്റ് മീറ്റർ. അതേസമയം തന്നെ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, അതായത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, അതായത് എം ഡിവൈഡഡ് ബൈ എസ്, അതായത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. അതാണ് സ്പീഡിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ എന്താണ് റേറ്റ് ഓഫ് മോഷൻ്റെ യൂണിറ്റ്. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് One of the ways to measuring the rate of motion of an object is to find out the distance traveled by the object in unit time. കേട്ടല്ല. അപ്പോൾ റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷനായിട്ട് നമുക്ക് എന്തോന്ന് എഴുതാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. The SI unit of speed is meter per second. അപ്പോൾ നമ്മൾ അതിന് എന്തോന്ന് പറയും? ദിസ് ക്വാണ്ടിറ്റി ഈസ് റെഫേർഡ് ടു ആസ് സ്പീഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റേറ്റ് ഓഫ് മോഷൻ, അത് നമുക്ക് എന്തോന്ന് പറയാം? ഈ ക്വാണ്ടിറ്റി നമ്മൾ എന്തോന്ന് പേരിലാണ് അറിയപ്പെടുന്നത്? റേറ്റ് ഓഫ് മോഷന് സ്പീഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ മീറ്റർ പെർ സെക്കൻഡ് ഓർ മീറ്റർ ഇൻറ്റു സെക്കൻഡ് റൈസ് ടു -1. The other units of speed include centimeter per second, kilometer per hour. To specify the speed of an object, we require only its magnitude. അപ്പോൾ എന്തോന്നാണ് പറയണത്? സ്പീഡ് എന്ന് പറയുന്നത് എന്തോന്നാണ്? SI ഇത് റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്, അതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ ഈ സ്പീഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞു. അതിന് കാരണം എന്തോന്നാണ്? യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിനക്ക് നല്ലോണം മനസ്സിലാവണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഇതാണ്. എങ്കിലും നല്ലോണം മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ വേണ്ട. അത് ഇപ്പോൾ ഒരു വണ്ടി പോവുകയാണ്, ഭയങ്കര ഇതിലാണ് പോണത്, കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സ്പീഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് വിടാം. അതിനനുസരിച്ച് നമ്മൾ ആദ്യം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഭയങ്കര സ്പീഡിലൊരു ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം, അതായത് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ എത്താൻ എന്തോന്നാണ് കുറച്ച് സമയമേ എടുത്തോളൂ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലം വരെ എത്താൻ ഒരു 5 സെക്കൻഡ്. ഇതിൻ്റെ ഇടയിൽ എത്ര ഡിസ്റ്റൻസ്? ഒരു 10 മീറ്റർ ഉണ്ട്. അതേസമയം എന്തോന്നാണ് വേറൊരു വസ്തു ഇതേ 10 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്ത്? 1 സെക്കൻഡ് എടുത്ത്.
അപ്പം ഇതിൻ്റെ സ്പീഡ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? സ്പീഡാണ്. അപ്പോൾ എന്തോന്നാണ് ഇത് രണ്ടും സഞ്ചരിക്കണ എന്തോന്നാണ് വേഗതയ്ക്ക് വ്യത്യാസമുണ്ടല്ലേ? അതിനെയാണ് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒബ്വിയസ്ലി നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒബ്വിയസ്ലി നമ്മൾ എന്തോ ചെയ്യും, ഒന്നിനെ മറ്റേത് വെച്ച് എന്തോ ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഡിസ്റ്റൻസിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് എന്താണ് 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ച് എന്ന് കിട്ടുമല്ലേ? ഇപ്പം നമ്മുടെ ആദ്യത്തേത് 5 മീറ്റർ, 10 മീറ്റർ.